എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ യൗസപിതാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ശിശുവിനെ വധിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ശ്രമിച്ചിരുന്ന രാജാവ് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഈ സ്വപ്നത്തിലേക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് തിരികെ നാട്ടിലേക്ക് പോകാനായിട്ട് യൗസപിതാവ് ഒരുങ്ങുന്നു. പിന്നീട് അവിടെ അർക്കലാവോസാണ് ഭരിക്കുന്നത് കേൾക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് യൗസപിതാവ് പ്ലാനൊക്കെ മാറ്റുകയാണ്. ഈ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു യൗസപിതാവിനെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തില് യൗസപിതാവ് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വചനം വായിച്ചു കഴിയുമ്പോൾ സഭ തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്, ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾ നല്ല നല്ല പ്രതിജ്ഞകളൊക്കെ എടുത്ത് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ യൗസപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.